രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വിവാദങ്ങളും ഒരു വശത്ത് അരങ്ങേറുകയാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ചില സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾക്ക് അനുമതി നിഷേധിച്ചതാണ് ഇത്തവണയും വിവാദങ്ങൾക്ക് ചുവട് പിടിച്ചത്. അനുമതി നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പല സംസ്ഥാനങ്ങളും രംഗത്തെത്തി. പഞ്ചാബും കർണാടകയും വിമർശനം പരസ്യമാക്കി. പഞ്ചാബും കർണാടകയും മാത്രമല്ല ഇങ്ങനെ അനുമതി നിഷേധിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ. കേരളവും പശ്ചിമബംഗാളും ഡൽഹിയും ഇതിൽ ഉൾപ്പെടും. 7 നിർദ്ദേശങ്ങളാണ് കർണാടക മുന്നോട്ട് വെച്ചത്. എല്ലാ മാതൃകകളും തള്ളിയതോടെ 7 കോടി കന്നഡിഗരെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിലെന്നും വിമർശനമുയർന്നു. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുവെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ പ്രതികരണം. ഈ വർഷത്തെ പരേഡിന് ഡൽഹിക്കും അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. പശ്ചിമബംഗാൾ സമർപ്പിച്ച 2 അപേക്ഷകൾക്കും അനുമതിയില്ല. കേരളത്തിലും സമാന സാഹചര്യമാണ്. 10 മാതൃകകളാണ് സംസ്ഥാനം നൽകിയത്. ജൂറി നിർദ്ദേശപ്രകാരം അവസാന ഘട്ടത്തിൽ 4 മാതൃകകൾ സമർപ്പിച്ചു. അതെല്ലാം തള്ളുകയായിരുന്നു. വികസിത് ഭാരത് എന്ന വിഷയത്തിൽ ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്രീകരിച്ചുള്ള മാതൃക, വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം, കേരള ടൂറിസം എന്നിവയാണ് സമർപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ അക്കമ്മ ചെറിയാൻ മുതൽ ടെസ്സി തോമസ് വരെയുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ മലയാളി വനിതകളെയാണ് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന വിഷയത്തിൽ സമർപ്പിച്ചത്. റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് ജനുവരി 23 മുതൽ 31 വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പർവിൽ ഇവ അവതരിപ്പിക്കാമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഇത് സംസ്ഥാനങ്ങൾ തള്ളി. വിവാദങ്ങൾ കത്തിയപ്പോൾ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. ടാബ്ലോകൾ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ വിവേചനമില്ലെന്നും കൃത്യമായ കൂടിയാലോചനയോടെ സുതാര്യമായാണ് ടാബ്ലോകളുടെ തെരഞ്ഞെടുപ്പുമെന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇത്തവണത്തെ നിശ്ചല ദൃശ്യ മാതൃകയുമായി സംസ്ഥാനങ്ങൾ നൽകിയ മാതൃകകൾ പൊരുത്തപ്പെടാത്തതാണ് അനുമതി നിഷേധിക്കാൻ കാരണമായി കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങൾക്ക് അനുമതി ലഭിക്കാതെ വരുന്നത്? നോക്കാം കാരണങ്ങൾ. ടാബ്ലോ തീം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതിനനുസൃതമായി വേണം ഡിസൈൻ തയ്യാറാക്കാൻ. വികസിത് ഭാരത്, ജനാധിപത്യത്തിന്റെ മാതാവ് എന്നിവയായിരുന്നു ഇത്തവണത്തെ പ്രമേയം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ് ജനുവരി 26-ന് കർത്തവ്യപഥിൽ അണിനിരക്കുന്ന ടാബ്ലോകൾ ഏതെല്ലാമായിരിക്കണമെന്ന് അന്തിമ തീരുമാനമെടുക്കുന്നത്. ഒക്ടോബറോടെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കും. അതനുസരിച്ച് താൽപ്പര്യപ്പെടുന്നവർ കോൺസെപ്റ്റ് നോട്ടും ഡിസൈൻ ബ്ലൂ പ്രിന്റും സമർപ്പിക്കണം. ലഭിച്ച അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ വിദഗ്ധ സമിതിയാണ്. കല, സാംസ്കാരികം, ചിത്രകല, നൃത്തം, ശില്പകല തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരാണ് സമിതിയിലുള്ളത്. പ്രമേയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണോ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളെന്ന വിലയിരുത്തി സമിതി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. എല്ലാ വർഷവും 15 അല്ലെങ്കിൽ 16 സംസ്ഥാനങ്ങൾക്കാണ് നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുക. ഇത്തവണ ആർക്കൊക്കെ അനുമതി ലഭിച്ചു? ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, ലഡാക്ക്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, ഒഡീഷ, രാജസ്ഥാൻ, തെലങ്കാന, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കർത്തവ്യപഥിലെ നിശ്ചല ദൃശ്യ പരേഡിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. പരാതികൾക്കും വിവാദങ്ങൾക്കും എന്താണ് പരിഹാരം? എല്ലാവർക്കും അവസരം ലഭിക്കാൻ എന്താണ് മാർഗം? നിരന്തരമുണ്ടാകുന്ന വിവാദങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. നിലവിൽ 16 സംസ്ഥാനങ്ങൾക്കാണ് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. അതിനാൽ തന്നെ അപേക്ഷ നൽകുന്ന എല്ലാവർക്കും അനുമതി നൽകുക പ്രായോഗികമല്ല. അത് മറികടക്കാൻ ഓരോ 3 വർഷത്തിനിടെ ഒരു തവണയെങ്കിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിശ്ചല ദൃശ്യം പ്രദർശിപ്പിക്കാൻ അവസരം നൽകുക എന്നതാണ് പുതിയ പദ്ധതിയിലൂടെ പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. ഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ പദ്ധതി നിർദ്ദേശിച്ചതും കരട് അവതരിപ്പിച്ചതും. ഇതുവരെ 28 സംസ്ഥാനങ്ങൾ ഇതിനോട് യോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ വരും വർഷങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവസരമൊരുക്കി പരാതി ഒഴിവാക്കാനാകും പ്രതിരോധ മന്ത്രാലയത്തിന്റെ നീക്കം.